2024 പൊതു തിരഞ്ഞെടുപ്പ് അത് 7 ഘട്ടങ്ങളിലെ വോട്ടിംഗ് കഴിയുമ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വരുമ്പോൾ അതിനകത്ത് ഇന്ത്യ മുന്നണിയേക്കാൾ ബഹുദൂരം മുന്നിലായിരിക്കും NDA എന്ന് തന്നെയാണ് ഭൂരിഭാഗം സർവേകളും പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഒരു വിധത്തിലുള്ള ആശങ്കയ്ക്കും വകകൊടുക്കാതെ കേരളത്തിൽ UDFന് 18 മുതൽ ഒരുപക്ഷെ മുഴുവൻ സീറ്റും ലഭിക്കാവുന്ന സാഹചര്യം തന്നെയാണെന്ന് ഒട്ടുമിക്ക സർവേയും വിലയിരുത്തുന്നു. അതിലെ ആശ്ചര്യം എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, LDFനേക്കാൾ UDFന് മേൽക്കൈ ഉണ്ടാകുന്നത് സമഗ്രാധിപത്യത്തോടു കൂടി തന്നെയാണെങ്കിലും BJPയും LDFും തമ്മിലായിരിക്കും 2ാം സ്ഥാനത്തിന് വേണ്ടി പലയിടത്തും മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ രീതിയിലാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. BJPക്ക് 3 സീറ്റ് വരെ ലഭിക്കും എന്ന രീതിയിലേക്ക് സർവേകൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങിലുമാണ് അവ എന്ന രീതിയിൽ പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലും വാർത്തകൾ വരും. ഇതിലെ വാസ്തവം എന്താണ്? കേരളത്തിൽ താമര വിരിയുമോ എന്ന വലിയ ചോദ്യത്തിന് കേരളത്തിലെ പ്രബുദ്ധരായ ജനം അനുകൂലമായി ഇത്തവണ BJPക്ക് പല സ്ഥലങ്ങളിലും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം, ഈ സവിശേഷമായ ചോദ്യങ്ങളെ ഒക്കെ കൃത്യമായി ക്രോഡീകരിച്ച് ഉത്തരം പറയുമ്പോൾ BJPക്ക് ഒരുപക്ഷെ വിജയസാധ്യത ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. തൃശ്ശൂരിൽ നമുക്കറിയാം, UDF സ്ഥാനാർത്ഥിയായ K മുരളീധരൻ കൃത്യമായും ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നതാണ്. അതുമാത്രമല്ല, CPI സ്ഥാനാർത്ഥികൾ ഉള്ള മണ്ഡലങ്ങളിലാണ് ഏറ്റവും പ്രധാനമായും CPIM BJPക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് അല്ലെങ്കിൽ എടുത്തത് എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതിന് കാരണമായി പറയുന്നത് പിണറായി വിജയൻ കൃത്യമായും CPIMൻ്റെ നേതാക്കളുമായി സംസാരിച്ച് BJPയുമായി ഒരു ധാരണയിലേക്ക് എത്തി എന്ന രീതിയിലാണ് കോൺഗ്രസ് അതിന് ആരോപിക്കുന്നത്. BJP ഒരുപക്ഷെ വളർന്നാൽ, അവരുടെ വോട്ട് ഷെയർ ഗണ്യമായി വർദ്ധിച്ചാൽ തീർച്ചയായും ഒരു സംശയം വേണ്ടത് CPIMൻ്റെ വോട്ട് ഷെയറിൽ നിന്നുള്ള കുത്തനെയുള്ള കുറവായിരിക്കും. വോട്ട് ഷെയറിൽ കുറവ് വരാൻ പോകുന്ന LDFന് തന്നെയായിരിക്കും. ആ വോട്ടുകളാണ് ഇക്കുറി BJP കൃത്യമായി പിടിച്ചെടുക്കുന്നത് എന്ന വിവരണാത്മകമായ കാര്യം തന്നെയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1 സീറ്റ് മാത്രമേ CPIMന് ലഭിച്ചുള്ളൂ. അത് ആലപ്പുഴ മാത്രമാണ്. AM ആരിഫ് 10,000 വോട്ടുകൾക്ക് വിജയിച്ചത് ഒഴിച്ചാൽ CPIMന് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലായിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2014ലും 2019ലും LDF 3ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ കുറി 2.5 ലക്ഷം വോട്ടാണ് സമാഹരിച്ചതെങ്കിൽ അതിനു മുമ്പ് LDFൻ്റെ CPI സ്ഥാനാർത്ഥി എന്നത് പെയ്ഡ് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അതായത് കൃത്യമായി CPI അവിടെ നിർത്തിയത് പാർട്ടി നേതാവിനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനെ പോലും ആയിരുന്നില്ല എന്നുള്ളതിൽ എല്ലാ തരത്തിലും CPIക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടായിരുന്നു. ഇക്കുറി അത്തരത്തിൽ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് പന്യനെ നിർത്തിയത്. എന്നാൽ അതും പോളിംഗ് കാര്യത്തിൽ വലിയ ഗണ്യമായ വർധന വരില്ല എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷം വളരെ വ്യക്തമായിരുന്നു. കാരണം ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പ് വളരെയധികം നിർജ്ജീവമായിരുന്നു. ജയിക്കണമെന്ന ആവശ്യബോധമോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്ന പ്രതീതിയോ ഒന്നും CPIM ക്യാമ്പിലില്ല. ഒന്ന് നോക്കണം, CPIMനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ MLAമാർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ്. കഴക്കൂട്ടത്തായിരുന്നാലും വട്ടിയൂർക്കാവിലായിരുന്നാലും നേമത്തായിരുന്നാലും അതുപോലെ പാറശാലയിലും നെയ്യാറ്റിൻകരയിലുമായിരുന്നാലും CPIMൻ്റെ MLAമാരാണുള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ ആകട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന് തന്നെയാണ് ആൻ്റണി രാജു വിജയിച്ചത്. ഇവിടെ ആകെ കോവളത്തെ വിൻസെൻ്റ് എന്ന കോൺഗ്രസ് MLA മാത്രമാണ് കോൺഗ്രസ് നേതാവായിട്ട് ഉള്ള ഏക നിയമസഭാ സാമാജികൻ. ബാക്കിയെല്ലാം CPIMൻ്റെ കുത്തക മണ്ഡലങ്ങളായി മാറിയിരുന്നു. എന്നിട്ട് പോലും BJP 2ാം സ്ഥാനത്ത് വളരെ സുഗമമായി കടന്നു വരുന്നുണ്ടെങ്കിൽ കൃത്യമായും അതിൽ വോട്ട് മറിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ വ്യക്തതയാണ്. CPIMന് അനുകൂലമായി ചിന്തിക്കുന്നവർ എല്ലാം തന്നെ ഒരുപക്ഷെ ശശി തരൂറിന് കൊടുത്തു എന്ന ആരോപണം നിൽക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഗണ്യമായി വോട്ട് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. BJP നേതാവായ പ്രകാശ് ജാവ്ദേക്കർ നേരത്തെ തന്നെ EP ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ചയും ആ ഡീലുമായി ബന്ധപ്പെട്ട കാര്യവും ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ പോലെ ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. അത് അത്ര പെട്ടെന്നൊന്നും മാറുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് എങ്ങനെ വന്നാലും അത് CPIMന് വളരെ ദോഷകരമായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട.